നല്ല പേരായിരുന്നല്ലോ ഈ ഫെലിക്സ് ജോൺസൺ എന്നുള്ളത്. എന്തിനാ മാറ്റിയേ? തിക്കുറിശി ചാരാണ് അങ്ങനെ ഒരു പേര് എൻ്റെ അടുത്ത് വെക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ സ്ഥലത്തിൻ്റെ പേര് ചേർത്തിട്ട് ബൈജു അതൊരു അങ്ങനെ അങ്ങ് ഇട്ടതാണ്. എൻ്റെ നാട്ടിലെ പേരെങ്ങാനും വെക്കാൻ പറഞ്ഞ എൻ്റെ അവസ്ഥ പെട്ടെന്ന് ആലോചിച്ചു. എന്താണ് അത്? പരിപ്പെന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഡയറക്ടർ എങ്ങനെയുണ്ടായിരുന്നു? വഴക്കൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു ഞാൻ കള്ളത്തരം പറയത്തില്ല. അതെ, ഇതിന്റെ 2 ഉണ്ട്. അപ്പൊ പിന്നെ അങ്ങനെയല്ലേ പറ്റുള്ളൂ. നമുക്ക് ഇതിന്റെ 2 വരുന്നുണ്ട്. പിന്നെ നമുക്ക് അത് എനിക്ക് കൂടോത്രം നല്ല ശരിക്കും ഗൂഢപത്രം എന്നാണ്. അത് ലോപിച്ചാണ് കൂടോത്രം ആയത്. കൂടോത്രം എന്ന് പറഞ്ഞൊരു വേർഡ് നമ്മളായിട്ട് കേരളീയരായിട്ട് ഉണ്ടാക്കിയ കേട്ടോ. ഗൂഢപത്രം എന്നാണ് ശരിക്കും. ഇത് ഈ കൂടോത്ര സിനിമ വന്നപ്പോ പഠിച്ചാണോ? വീണ നന്നായിട്ട് ഒരുപാട് ലൊക്കേഷനിലൊക്കെ വന്നാൽ അങ്ങനെ തന്നെയായിരുന്നു. കൂടുതലും ബുക്സ് എല്ലാം റീഡ് ചെയ്തിരിക്കും വന്നിട്ട് അങ്ങനെ. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വെച്ചില്ല. എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ, ഞാൻ എന്നെക്കായി ബുദ്ധിയുള്ള ആൾക്കാർ ഇവരൊന്നും അല്ല കേട്ടോ. ഞാൻ ബൈചേട്ടനെ നോക്കുന്നൊരു സീനുണ്ട് അതിൽ. ഞാൻ ലൈവായിട്ട് നമ്മൾ ആ ഇമോഷനിൽ നിൽക്കുമ്പോൾ ക്യാമറ വെച്ചു ഒരു സെക്കൻഡ്സിലാണ് ആ അടി ബൈചേട്ടന് കിട്ടുന്നത്. ഇവിടെ അടിച്ചു, മൂക്കിലടിച്ചിട്ട് ഇങ്ങനെ കുഴഞ്ഞു വീണു. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണുമ്പോൾ മനസ്സിലാവുന്നത് മുട്ടയിൽ എന്തോ കൂടോത്രം ചെയ്ത പരിപാടിയാണെന്നാണ്. പക്ഷെ ഇവരൊന്നും കണ്ടിട്ട് അതൊട്ട് പറയാനും തോന്നുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. കൂടോത്രം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ടീം കൂടോത്രത്തിനെ മൊത്തത്തിൽ ഞാനങ്ങ് വെൽക്കം ചെയ്യാണ് ലൈറ്റ്സ് ക്യാമറ ടോക്കിലേക്ക്. വെൽക്കം. താങ്ക് യു. ഈ പറഞ്ഞതാണ് എൻ്റെ അവസ്ഥ. അതായത് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ദിയനെയൊക്കെ നോക്ക്, എന്ത് സീരിയസ് ആയിട്ട് നിൽക്കുന്നത്. ഏത് ദിയ? ദിയ അതാ ഞാൻ ചോദിച്ചത്. ഇങ്ങോട്ടാ കണ്ട. സോറി ഞാനത് ശ്രദ്ധിച്ചില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും നടുക്ക് വേറൊരു ദിയ ഉണ്ട്. ഞാൻ കണ്ടില്ല. ഈ ലുക്കിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് എന്തൊരു സീരിയസ് ആയിട്ട് നിൽക്കുന്നത്. എന്താ താങ്കൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഫുള്ള് പറയണോ ബൈചേട്ടാ? വേണ്ടല്ലോ. അങ്ങോട്ട് ഞാൻ ചെല്ലുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചധികം. ഇതില് ഞാൻ ബൈചേട്ടന്റെ ഭാര്യയാണ്. മേരി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മോഡേണിന്ന് ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ മലയാളത്തിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി പടം വരുമ്പം എന്താവുമെന്ന് അറിയില്ല. എന്നെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്യാരക്ടർ വൈസ് നോക്കുമ്പോൾ ഭയങ്കര ഒരു പാവം, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു മേരിയാണ്. നേരെ ഓപ്പോസിറ്റ് ടു യു, അങ്ങനെയാണോ? ഞാനത് പറയരുത്. ഇവളെന്നെ ചീത്ത വിളിക്കുമെന്ന് പേടിച്ചാ. ഇതിന് തൊട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ഇവളോട് പറയും ഒന്നും പറയല്ലേ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്നെ ചീത്ത വിളിക്കലോ. അല്ല എന്റെ ക്യാരക്ടർ ഇപ്പം ഈ ലുക്ക് അല്ലല്ലോ, നമ്മൾ എങ്ങനെ ഇരിക്കുന്നുണ്ടെന്നുള്ള വലിയ കാര്യം. അല്ലല്ല, ഞാൻ ഭയങ്കര സെൻസിറ്റീവ് പേഴ്സണാ. ഭയങ്കര പാവാണ്. എന്നെ പൊക്കി പറഞ്ഞല്ല, ഞാൻ അങ്ങനെയുള്ള ഒരു പേഴ്സൺ അങ്ങനെയാണ്. അപ്പോൾ ആ ക്യാരക്ടർ വന്നപ്പോൾ ബൈചേട്ടൻ പറഞ്ഞപ്പോഴേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായി. ബൈചേട്ടൻ എന്നെ ഫസ്റ്റിൽ എനിക്ക് അലക്സ് എന്ന് പറഞ്ഞ ഒരാൾ വഴിയാണ് എനിക്ക് ഈ സിനിമയിൽ ഒരു എൻട്രി വന്നത്. അപ്പോൾ ബൈചേട്ടൻ എന്നെ ഫസ്റ്റ് കാണാൻ വന്നപ്പം ദിയ എന്നല്ല എന്നെ വിളിച്ചു, മേരി എന്നാണ് വിളിച്ചത്. അപ്പോൾ എനിക്ക് ക്യാരക്ടർ പേര് അറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു മേരി അല്ല ദിയാണ്. അല്ല, എൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. കഥ കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു ഭയങ്കര ഹോംലി ആയിട്ടും അതിൽ കുറേ പെർഫോം ചെയ്യാനുള്ള ഒരു നല്ല ക്യാരക്ടറാണ് എനിക്കത്. ഈ മൊത്തത്തിൽ വൈബ് എങ്ങനെയാ? ഒരു പേടിപ്പെടുത്തുന്ന വൈബാണോ, ഇച്ചിരി സീരിയസ് വൈബാണോ, നല്ല ഫൺ സാധനമാണോ? എല്ലാം കൂടി മിക്സ്ഡ് ആണ് നമ്മുടെ പടം. ഒരു കരയാനുണ്ട്, ചിരിക്കാനുണ്ട്, നല്ല നല്ല പാട്ടുകളുണ്ട്. എല്ലാ ഇമോഷൻസും ടച്ച് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറിയാണ്. പ്രൊഡ്യൂസർ, ഡയറക്ടർ, പാട്ടുകാരൻ, ഡിസ്ട്രിബ്യൂട്ടർ, എന്താ സത്യത്തിൽ കുട്ടി ചെയ്യാത്തത് എന്തെങ്കിലും ഉണ്ടോ? എന്തും ചെയ്യും ബൈജുവാണോ? ഞാൻ സിനിമയിൽ പോസ്റ്റർ വരെ ഒട്ടിച്ചിട്ടുണ്ട്, പടം ഓടിച്ചിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട് സ്വന്തം തിയേറ്ററിൽ. ഈ 40 വർഷം ചെയ്യാത്ത പണികളൊന്നും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നല്ല പേരായിരുന്നല്ലോ ഈ ഫെലിക്സ് ജോൺസൺ എന്നുള്ളത്. എന്തിനാ മാറ്റിയേ? അല്ല, ഞാൻ ആ സിനിമയിൽ വരുന്ന ഒരു ടൈമിൽ അന്ന് ജഗതി ശ്രീകുമാർ അങ്ങനെ ടൈപ്പ് ഓഫ് കുതിരവട്ടം പപ്പു അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എൻ്റെ സ്ഥലത്തിൻ്റെ പേര് ചേർത്തിട്ട് ബൈജു അതൊരു അങ്ങനെ അങ്ങ് ഇട്ടതാണ്.
നമ്മുടെ തിക്കുരിശി ചാറാണ് അങ്ങനെ ഒരു പേര് എൻ്റെ അടുത്ത് വയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ബൈജു ഫെലിക്സ് ജോൺസൺ എന്നാണ് എൻ്റെ ശരിക്കും പേര്, പള്ളിയിലിട്ടിരിക്കുന്ന പേര്. അപ്പോൾ ബൈജു എഴുപണ്ണൻ്റെ ഇപ്പൊ തോന്നുന്നുണ്ട് അത് വെക്കായിരുന്നു. ഇല്ല ഞാൻ ഇപ്പോഴും അങ്ങനെ ബൈജു എഴുപണ്ണ എന്ന് തന്നെയാണ്. ഈ ക്ലാസ്സിന്റെ ഇടയിൽ പിള്ളേരെ ഇടയ്ക്കിരുന്ന് വർത്താനം ഞാനിത് പേരെഴുതാൻ പറയട്ടെ. അതുകൊണ്ടല്ല, ബൈജു എഴുപണ എൻ്റെ നാട്ടിലെ പേരെങ്ങാനും വെക്കാൻ പറഞ്ഞ എൻ്റെ അവസ്ഥ പെട്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണത്? എൻ്റെ നാട്, എൻ്റെ നാട്ടിൽ ഞാൻ പരിപ്പെന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. വീണ പരിപ്പ്. എൻ്റെ നാട് ഭയങ്കര സൂപ്പറാണ്, അടിപൊളിയാണ്. പക്ഷേ ഞാൻ ബൈജു എഴുപത് നന്നായി ഞാൻ വന്നപ്പോൾ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. അല്ലെങ്കിൽ മോളെ നമുക്ക് ഇങ്ങനെ ഒരു പേര് കോഴിക്കോട് ഞാൻ ബാംഗ്ലൂരാണ്, പക്ഷെ നാട്ടില് കോഴിക്കോട്. അല്ല മാവൂർ റോഡ് കോഴിക്കോട് ഒരു സ്ഥലം കുറ്റിച്ചിറ. കുറ്റിച്ചിറ ദിയ, എന്താ കുഴപ്പം? സൂപ്പറല്ലേ? നല്ല ഫുഡ് ഇടുന്ന നാടാ പരിപ്പ് എന്ന് പറയുമ്പോഴേ പരിപ്പിന്റെ അത്രയില്ല. പരിപ്പ് നല്ല നാടാണ്, അടിപൊളി ആൾക്കാരാണ്. പക്ഷെ വീണ പരിപ്പെന്ന് പറഞ്ഞാൽ അതൊരു പരിപ്പ് വീടാന്ന് പറഞ്ഞാലും അതൊരു രസമില്ല. എന്റെ നാട് ബൈജു എഴുപന്റെ സൂപ്പറാ. അതാ ഞാനിവിടെ എഴുപുന്നാന്ന് പറയുമ്പോ ഇപ്പൊ ബൈജു എഴുപന് വിട്ടൊരു കളിയില്ല അല്ലേ? ഇത് ഈ നമ്മളൊരു സിനിമ വരുമ്പോ ആക്ടർ അല്ല, പ്രൊഡക്ഷനും ഈ ആക്ടറായിട്ടുള്ളതും അതുപോലെ ഡയറക്ഷനും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് തീരുമാനിക്കണമെങ്കിൽ ആ സിനിമയിൽ ആ സ്ക്രിപ്റ്റിൽ അത്രയും കോൺഫിഡൻസ്. 100%. ഞാൻ ഒരു 12ഓളം സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിരുന്നു, ഡയറക്റ്റ് ചെയ്തിരുന്നു, കേക്ക് അതിനുശേഷം 12 വർഷങ്ങൾക്ക് ശേഷമാണ്. അന്ന് ആ കേക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടന്റ് ആയിരുന്നില്ല ഹീറോ എന്ന് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിനകത്ത് ആർട്ടിസ്റ്റ് വാല്യൂ എല്ലാം നോക്കിയാണ് സിനിമ കാണുന്നത്. ഇപ്പോഴത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരി കണ്ടന്റ് ഹീറോ ആവുന്ന ഇതാണ്. അങ്ങനെ ഒരു 12 സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷമാണ് കൂടോത്രം എന്ന് പറഞ്ഞ സിനിമ എന്നെ ആകർഷിച്ച് സന്തോഷിടിക്കുക. ആ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നപ്പോൾ ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഈ വെള്ളിമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകണം എന്ന് തോന്നി. വെള്ളിമലയാണ് ഒരു 1200ഓളം സ്റ്റെപ്പ് കയറി മേലിൽ ചെന്നാൽ ഇടുക്കിയിൽ ഇതുവരെ ക്യാമറ വയ്ക്കാത്തൊരു സ്ഥലമാണ്. ഏറ്റവും അതെ പൂജ നടന്ന സ്ഥലം. അപ്പോൾ അവിടെ പോയി അത് കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരു ഭയങ്കര ഡിവൈൻ പവർ ഉണ്ട്. ഇപ്പം ഞാൻ ഇതൊരു കൊച്ചു സിനിമയാണ്. ഇപ്പോഴും ഞാൻ ഒരു കൊച്ചു സിനിമ, പക്ഷേ ഈ കൊച്ചു സിനിമയിലെല്ലാം ഉണ്ട്. ഒരു പ്രേക്ഷകർക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. ഞാനെപ്പോഴും സിനിമ കാണുമ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് ഓഡിയൻസ് തിയേറ്ററിൽ വരും. അപ്പോൾ നമ്മൾ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ പെരുന്നാൾ കൂടാൻ പോകുമ്പോൾ കുടുംബം മൊത്തം അങ്ങ് പോയിരുന്ന് അപ്പോൾ അമ്മ ചോദിക്കടാ നീ വരുന്നില്ലേന്ന് ചോദിച്ചാൽ അവൻ പറയും ഞാനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും അമ്മയും അച്ഛനും പെങ്ങാന്മാരൊക്കെ പോകണം എന്താണെന്ന് നോക്കാൻ അവരും വരും. അങ്ങനെ വരുന്നൊരു ഇതാണ് സിനിമ എന്ന് പറയുന്നത്. എല്ലാത്തരം പ്രേക്ഷകർക്കും ഉള്ള സിനിമ. അത് ഈ കൂടോത്രത്തിന് അതിനകത്തെല്ലാം വന്നൊരു മിത്ത്, ഹൊറർ കണ്ടന്റ്, ഫാമിലി ഇമോഷൻ, ബോണ്ടിങ്, നല്ല പ്രണയം, നല്ല സോങ് എല്ലാം കൂടെ വന്ന് ചേർന്ന് ഒരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു കൊച്ചു സിനിമ. അത് വലിയ വിജയമാക്കി തരേണ്ടത് പ്രേക്ഷകരാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, സിനിമ നല്ലതെന്ന് അറിഞ്ഞാൽ ബൈച്ചേൻ്റെ സിനിമ ഒന്ന് കാണണം. കാര്യം അത്രയും ഒരു വർഷമായി ഇതിൻ്റെ പറയൽ. ഞാൻ ഈ സിനിമ കഥ കേട്ട മുതൽ അല്ലെങ്കിൽ ഈ സിനിമ നിർമ്മിക്കാം, ഇത് സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ വാവച്ചൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് ഇപ്പോഴും വാവച്ചൻ പുറത്തോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പല ക്യാരക്ടേഴ്സ് വന്നെങ്കിൽ പോലും ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം മതി എന്ന് പറഞ്ഞിട്ട് ചെയ്താണ്. ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു സിനിമയിലെ ടെക്നീഷ്യൻസ് ആവട്ടെ, ആർട്ടിസ്റ്റ് ആവട്ടെ. ആ ടെറൈനിൽ വന്ന് അഭിനയിക്കുക എന്നുള്ളത് വലിയ പാടായിരുന്നു. ഇപ്പോൾ അലൻസിയാരേട്ടനുണ്ട്, സായി കുമാർ, സലീം കുമാർ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു 32ഓളം ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റാക്കി തന്നു. ഇനി 12-ാം തീയതി നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്താൻ പോകും. ആ വാവച്ചനുള്ളിൽ കിടക്കുന്നോണ്ടാണോ വിശേഷത്തിന്റെ ഷൂട്ടിന്റെ സമയത്ത് കണ്ട ആളേ അല്ല ഇത്? ഭയങ്കര സീരിയസ് ആയിട്ട് എന്തൊക്കെയൊക്കെ ആലോചിച്ച് തലമുഖച്ച് ആകാശത്തോട്ടൊക്കെ നോക്കി. ഞാൻ വാവച്ചൻ എന്നതിനേക്കാൾ ഉപരി ഈ സിനിമയെ സംബന്ധിച്ച് പ്രൊഡക്ഷൻ ഒരു സൈഡുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ തന്നെയാണ്. സാൻജോ പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡക്ഷൻ. സാൻജോ എന്ന് പറഞ്ഞാൽ സ്റ്റെഫാൻ ആൻഡ് ലിറ്റ ജോൺ, അത് അവൻ്റെ 3 മക്കളിലാണ് സാൻജോ. അപ്പോൾ അവർ തന്നെയാണ്, ആ കമ്പനി തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. നമ്മൾ തമിഴിൽ തന്നെ 50 സ്റ്റേഷൻ, എനിക്ക് ഫസ്റ്റ് ടൈമാണ് മലയാള പടം 50 സ്റ്റേഷൻ വേറെ ചെയ്ത്. തെലുങ്ക് ചെയ്യുന്നുണ്ട്, കന്നഡ ചെയ്യുന്നുണ്ട്, വേൾഡ് വൈഡ് ഫുൾ ചെയ്യുന്നുണ്ട്, മലയാള പടം തന്നെ. അപ്പം നമ്മൾ മലയാളത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഉണ്ട്. പിന്നെ അതിൻ്റെ പരിപാടികളുണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫൈനൽ മിക്സിങ് നടക്കുന്നുണ്ട്. നമ്മുടെ എം ആർ രാജേഷൻ, മറ്റേ
ലോക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കാന്താരയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ കളറിസ്റ്റ് മാതീഷ് എന്ന് പറയുന്ന തമിഴ് ഏറ്റവും ദ ബിഗ് നമ്പർ 1 കളറിസ്റ്റാണ്. വിക്രം അങ്ങനെ വലിയ കളറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ വരെ സ്റ്റുഡിയോ നടക്കുന്നു, സപ്തയിൽ വർക്ക് നടക്കുന്നു. പിന്നെ നമ്മുടെ തിയേറ്ററിൻ്റെ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് തിയേറ്ററിൻ്റെ ചാർട്ടിങ് പരിപാടികൾ നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തലയിലിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരിത്. അത് മുഖത്ത് ഭയങ്കര എവിഡന്റ് ആണ് അത്. ആ ഇരിപ്പില് ഇല്ലേ, ആ ഇരിപ്പിലത് ഭയങ്കര എവിഡന്റാ. വേറെ എവിടെയോ പോയിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി പേടിച്ചിരിക്കും. അല്ല സീരിയസ് പേടിക്കൊന്നും വേണ്ട. പാവം ഒരു ഓൾ ഇൻ ഓളിന്റെ ടെൻഷൻ മനസ്സിലാക്കുക. അല്ല നമ്മുടെ സെറ്റിൽ അങ്ങനെ നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞ് വന്ന സെറ്റാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനകത്ത് അഭിനയിക്കുമ്പോൾ വാവച്ചൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള പോസ്റ്റിലിരിക്കുമ്പോൾ പണ്ട് നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ ആക്ടേഴ്സിൻ്റെ കൂടെ ഷോട്ട് കഴിയുന്നു, നമ്മൾ പോയി അവരോട് കമ്പനി കൂടുന്നു. ഇതിനകത്ത് ഇവരോടൊപ്പം എനിക്ക് അങ്ങനെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ പോയിട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഡയറക്ഷനിലോട്ട് പോവും, പിന്നെ അതിൻ്റെ പല പരിപാടികൾ എങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ സെറ്റിൽ പക്ഷെ ഭയങ്കര ഡയറക്ടർ എങ്ങനെയുണ്ടായിരുന്നു? വഴക്ക് പറയുന്ന വഴക്കൊക്കെ പറഞ്ഞു. എവിടെ പറഞ്ഞു? വീണ്ടും തമ്മിൽ എന്നോട് എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ കള്ളത്തരം പറയത്തില്ല. വഴക്ക് പറഞ്ഞു. ഒരു ദിവസം മിണ്ടാണ്ടിരുന്നു. എനിക്കാണെങ്കിൽ റൂമിൽ ചെന്നിട്ട് മിണ്ടാതിരുന്നിട്ട്, പക്ഷെ എന്നാലും വഴക്ക് പറഞ്ഞല്ലോ. പക്ഷെ പിറ്റേന്നുണ്ടല്ലോ എന്തിനു വഴക്ക് പറഞ്ഞു കൂടെ. അതെ, നേരെ വഴക്കിട്ട് ലേറ്റ് ആയിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും വന്നു. സാരി അതൊന്നല്ല. ഞങ്ങൾ വൈച്ചേട്ടന്റെ സൈഡ്. ഇതിന്റെ 2 ഉണ്ട്. അപ്പൊ പിന്നെ അങ്ങനെയല്ലേ പറ്റുള്ളൂ നമുക്ക്. ഇതിന്റെ 2 വരുന്നുണ്ട്. വഴക്ക് വരണ അതിനല്ല. എന്താ സംഭവം വെച്ചാൽ എല്ലാവരും കൂടെ ഷോർട്ടിൻ്റെ ടൈമിൽ നമ്മൾ ഈ അഭിനയിക്കുന്ന സമയത്ത് ഒന്നാമതേ ഭയങ്കര ചൂടാവിടെ. നമ്മൾ ഈ വർത്താനം പറഞ്ഞ് ആ ഒരു ഇതിലാ പൊക്കോണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടെ ഇരുന്ന് ചിരിച്ച് സംസാരിച്ചുകൊണ്ട് ഇവൾ ഉൾപ്പെടെ ഇരുന്ന് ബഹളത്തോട് ബഹളം. ശരിക്കും ആ സമയത്ത് നമ്മൾ ചേട്ടൻ സ്ട്രഗിൾ ചെയ്യുന്നതോ ആ സീൻ്റെ നമ്മളൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. അങ്ങനെ ലൊക്കേഷനിൽ നമ്മൾ ആർട്ടിസ്റ്റായിട്ട് മാത്രമല്ലേ ചിന്തിക്കുകയുള്ളൂ. നമ്മളല്ലാത്ത സമയത്ത് എന്താ ഇവിടെ ഭയങ്കര ടെൻഷൻ അടിച്ച് പുള്ളി കിടക്കുക. അപ്പോഴത്തേക്കിനും ഒരു ഷോട്ടിൽ അത് ഞാനും ഒക്കെ വിചാരിച്ചത് വൈഡാണ്, ഭയങ്കര ഇതായിട്ട് നമ്മുടെ. അപ്പോൾ അതിൻ്റെ ഒരു ചേട്ടൻ പറയണത് അത് ആ ചേട്ടൻ വിചാരിച്ച സാധനം ആ ഫ്രെയിമിൽ കിട്ടിയില്ല. പക്ഷെ അതൊന്നുമല്ല, ഇത്രയും വലിയ സംഭവം നടക്കുമ്പോഴും നമ്മളിവിടെ ഭയങ്കര കുട്ടികളി ആർക്കാണേലും ദേഷ്യം വരും. കാര്യം അതെനിക്ക് എപ്പോഴാണ് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ പ്രൊഡക്ഷൻ തുടങ്ങിയില്ലേ, ഞാൻ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് തുടങ്ങിയപ്പോൾ ഈ ലൊക്കേഷനിൽ കിടന്ന് എല്ലാവരും പോകാൻ പറ്റുമ്പോൾ ഷോട്ട് അടുത്ത് എടുക്കണമല്ലോ, ഇവിടെ വിളിച്ച് പോകാൻ അഭിനയിപ്പിക്കണോ, ഈ മൂടായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അതുകൊണ്ടല്ല. അല്ല, അത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് എന്താ ഗുണം എന്നറിയാം. മറ്റേന്നൊക്കെ പറയുമ്പോൾ ലൊക്കേഷനിൽ 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ ഞാൻ ഭയങ്കര കറക്റ്റ് 6:30 പറഞ്ഞ 6:30 വരുന്ന അങ്ങനെ ഭയങ്കര അങ്ങനല്ല. 10-15 മിനിറ്റൊക്കെ താമസം വന്നിരുന്ന വ്യക്തി ഇപ്പം ലൊക്കേഷനിൽ ടൈം പറഞ്ഞ അതിന് മുന്നേ അതിന് ശേഷം ഞാൻ ചെയ്ത ഷാജി കല സാറിൻ്റെ പടമൊക്കെ വേറൊന്നുമല്ല. ആർട്ടിസ്റ്റുകൾക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. ടെക്നിക്കൽ സൈഡിൽ കൂടെ നിൽക്കുമ്പോഴാണ് എനിക്കത് അപ്പോഴാണ് മനസ്സിലായത്. ആർട്ടിസ്റ്റുകൾക്ക് മനസ്സിലാവില്ലടാ അത്. പിന്നെ അത്രയും പങ്ക്ച്വലായിട്ട് ജീവിക്കുന്ന, ഞാൻ ഭയങ്കര പങ്ക്ച്വലായിട്ട് ജീവിക്കുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അന്ന് എന്തുകൊണ്ട് ചേട്ടൻ എല്ലാവരെയും വഴക്ക് പറഞ്ഞു, പക്ഷേ ഇതിനകത്ത് എൻ്റെ പേരെ എടുത്തു പറഞ്ഞേ. കാരണം എന്നെ എന്തും പറയാമല്ലോ, വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണല്ലോ. 10 പേരെന്ന് അത് ഈ ബേസിക്കലി കുറച്ചധികം സംസാരിക്കുന്നവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവർ സംസാരിച്ചിട്ടില്ലെങ്കിൽ കൂട്ടത്തിൽ ഒച്ചപ്പാടുണ്ടാക്കുന്ന അല്ല, അതങ്ങനെയാണല്ലോ. ഇപ്പൊ കണ്ടില്ലേ, ഇതുങ്ങളൊക്കെ കൂടെ ഉണ്ടായിട്ട് ഞാനത് മണ്ണില് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടെറൈൻ എന്ന് പറഞ്ഞൊരു 1200 സ്റ്റെപ്പ് മേളിൽ കയറിയിട്ട് പോകണം. മരങ്ങളൊന്നുമില്ല. ഇവര് പാവങ്ങൾ ഇരിക്കുന്ന ഒരു ചെറിയൊരു ഇതുണ്ട് അവിടെ. നമ്മൾ AC എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ AC ഒക്കെ ചുമന്ന് മേളിൽ കയറുന്നതൊക്കെ ഭയങ്കര പാടാണ്. പക്ഷെ അന്ന് വെള്ളം അപ്പോൾ എന്തോ ഒരു ഷോട്ട് അത് ഞാൻ വഴക്ക് പറഞ്ഞു. അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് എനിക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ഷോട്ടിൽ എനിക്കൊരു അടി കിട്ടി. ഞാൻ ഫുൾ എന്താ പറയാ കരുതി അത് കഴിഞ്ഞിട്ടാ. അപ്പോൾ അത് ക്ലൈമാക്സ് എടുക്കുന്ന സമയത്ത് കാര്യം സെയിം ടൈം നമ്മൾ 5 ക്യാമറയാണ് വെച്ചിരിക്കുന്നത്. 5 ക്യാമറ നമ്മൾ ഇപ്പോൾ ഏറ്റവും നമ്മൾ ഇപ്പോഴത്തെ എല്ലാ ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സ് എല്ലാം ക്യാമറ അപ്ഡേഷൻസ് എല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ ക്രെയിൻ തന്നെ കയറ്റിയത് 25-30 പേര് വലിയ ക്രെയിനില്ലേ ഫൈറ്റിൽ കയറ്റിയിരിക്കുന്നത്. അത് നമ്മുടെ ഫിനിക്സ് പ്രഭു മാസ്റ്ററാണ്. അതായത് നമ്മുടെ ARM ഇതിനൊക്കെ ശേഷമാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്കൊരു വൈകിട്ട് 5 മണി വരെ കിട്ടത്തുള്ളൂ. 6 മണി കഴിഞ്ഞാൽ ലൈറ്റ് പോകും.
അപ്പോൾ ഇത്രയും ഫൈറ്റേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഇതിലേക്ക് പോകും. അപ്പം നമ്മൾ ആദ്യം തന്നെ 3 ദിവസം പ്ലാൻ ചെയ്ത് 4 ദിവസം പ്ലാൻ ചെയ്ത് 3 ദിവസം പ്ലാൻ ചെയ്ത് ഫൈറ്റ് 4 ദിവസമായി 5 ദിവസമായി. കാര്യം 6 ദിവസമാണ് നമ്മൾ ക്ലൈമാക്സ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അത്രയും എടുത്തെടുത്ത് വരുമ്പോൾ എന്നോട് പറയും, മാസ്റ്റർ പറയും കുറച്ചുകൂടെ നമുക്ക് എങ്ങനെ ചെയ്യാം. ഞാൻ അത് ഓക്കെയാണ്, നല്ലതാണ് എന്നുള്ള രീതിയിലേക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തോ പറഞ്ഞപ്പോൾ എനിക്ക് അപ്പോൾ വീണ എന്നുള്ള പേരാണ് വീണ ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കുക അല്ല, അങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ. മൈക്കിൽ കൂടെ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ എടാ, ഒരു കാര്യം ബേസിക് ഒരു കാര്യം പറയാം. എന്നോട് ചേട്ടൻ എന്നും പറയാം, ഞാനത് ചുമ്മാ പറഞ്ഞല്ലോ. എനിക്ക് 2011 മുതൽ ബൈച്ചേട്ടനും എനിക്ക് ബൈച്ചേട്ടനെ അറിയാവുന്നതാണ്. നമ്മൾ ചിന്തിക്കുന്നത് തുടങ്ങിയതേ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടാണ് വെള്ളിമുങ്ങിയിൽ. ആ പടം ഹിറ്റായിരുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ വേറൊരു ക്യാരക്ടർ വന്നു, പിന്നെ അതിനടുത്ത പടം വന്നു വീണ്ടും പ്രസിഡൻറ്റ്, പിന്നെ കുറച്ച് വ്യത്യാസപ്പെട്ട് മെമ്പറാക്കി. എന്നാലും ആ പഞ്ചായത്ത് വിട്ടുള്ള കളിയില്ല. അങ്ങനെ കുറേ സാധനം ചെയ്തു. ഇതൊക്കെ പറഞ്ഞാലും നാളെ എന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചാൽ ഞാൻ പോകും കേട്ടോ. ഈ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് എന്ത് ക്യാരക്ടർ കിട്ടിയാലും പോകും. കാരണം ഞാൻ ക്യാരക്ടർ ആർട്ടിസ്റ്റാണ്. മമ്മൂക്കയുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ വിളിച്ചാലും, ലാലേട്ടൻ്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ വിളിച്ചാലും, എന്ത് ആരുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ വിളിച്ചാലും, അമ്മവേഷോ മുത്തശ്ശിയായിട്ടോ, എൻ്റെ ജോലി എന്ന് വെച്ചാൽ ഞാൻ ക്യാരക്ടർ ആർട്ടിസ്റ്റാണ്. ഇവരൊക്കെയാണ് പേടിക്കണ്ടേ, ഹീറോയിനായിട്ട് നിങ്ങൾ പേടിക്കണോ? പക്ഷെ ഞങ്ങൾക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒറിജിനലി പഞ്ചായത്ത് പ്രസിഡന്റ് അവൻ സ്വന്തം പഞ്ചായത്തിൽ നിന്ന് വിളി വരുന്നുണ്ടോ? ഇല്ല, അവിടെ പോണില്ലല്ലോ, പരിപ്പിലല്ലേ, ഇവിടെ അല്ലേ, എറണാകുളത്തല്ലേ. അല്ല, ഇനി എന്തായാലും കിട്ടാനും പോകുന്നില്ല. കാര്യം പരിപ്പിനെ കുറിച്ച് കുറ്റവും കുറ്റമില്ല. എന്റെ പരിപ്പിലേ അല്ല, അത് സീരിയസ് ആയിട്ട്. കാരണം ഞാനിപ്പോൾ പേപ്പറിൽ അമ്പലത്തിലെ പ്രോഗ്രാമൊക്കെ നമ്മൾ ഭയങ്കര, ഞാൻ അമ്പലവും നാട്ടുകാരുമായിട്ട്, ആ നാട്ടുകാർക്ക് എന്നെ നന്നായിട്ട് അറിയാം. അവിടെ അവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ പറയുമ്പോൾ ഈ പേരെനിക്ക് ചേർക്കാൻ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ആരുടെയും വാലിൽ ഈ പേരില്ലെന്നേ. ഇപ്പോൾ വീണ പരിപ്പ് ഒരു രസമില്ലല്ലോ കേൾക്കാൻ. വീണ പയർന്നിട്ട രസം ഉണ്ടാവുമോ? ഇല്ല. അത് വീണയുടെ ഇപ്പോൾ കോട്ടയം നിന്നായിരുന്നെങ്കിൽ ഓക്കെ, നമുക്കറിയാം. പരിപ്പ് ഇപ്പോൾ നിങ്ങളോട് ഞെട്ടിയില്ലേ, പരിപ്പോ എന്ന് ചോദിച്ചില്ലേ, അതേ ഉള്ളൂ. അങ്ങനെ ഒരു ചോദ്യം എന്തിനാ? ആ പരിപ്പ് ഇവിടെ വേവില്ല, അത്രേ ഉള്ളൂ. എന്റെ റീച്ചില് അവിടെ നിന്ന് എല്ലാവരുടെ കൂടെ വർത്താനം പറയാണ്ട് പറ കൂടോത്രത്തെ കുറിച്ച്. എവിടെയായിരുന്നു കാവല് കഴിഞ്ഞിട്ട്? അങ്ങ് പോയി. അതെ, ആക്ച്വലി കാവലിന്റെ ഷൂട്ട് സമയത്തായിരുന്നു കോവിഡ് വന്നേ. സോ ആ ലാസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു ഞാൻ എടുത്തിട്ട് ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട്. അന്നായിരുന്നു ഈ 2 വർഷത്തിന്റെ ലോക്ക്ഡൗണും വന്നേ. സോ അത് കഴിഞ്ഞിട്ട് ലോക്ക്ഡൗൺ സമയത്തായിരുന്നു ആക്ച്വലി എനിക്ക് കന്നഡയിൽ ഓപ്പർച്യൂണിറ്റി വരാൻ തുടങ്ങിയത്. സോ ഞാൻ ആക്ച്വലി ഒരു സൂം കോളായി ഓഡിഷനൊക്കെ ചെയ്തിട്ട് ആ പടം നന്നായിട്ട് ഓടി. സോ അങ്ങനെയാണ് എനിക്ക് കൂടുതൽ കന്നഡ ഓഫേഴ്സ് വരാൻ തുടങ്ങി. സോ 4 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു മലയാളം സിനിമ ബൈജു സാർ വിളിച്ചപ്പോഴാണ് എനിക്ക് ഫൈനലി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ബിക്കോസ് അപ്പോഴത്തേക്ക് ദെൻ ഐ ഡിഡ്ന്റ് ഹാവ് എനി നല്ല സ്റ്റോറീസും വന്നില്ല, പിന്നെ കോളും വന്നില്ല, അതാണ് സത്യം. പിന്നെ സാർ ഇങ്ങനെ വിളിച്ച് കഥയൊക്കെ പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പോൾ പുറത്തായിരുന്നു. സോ സാർ കഥയൊക്കെ ഫോൺ വഴിയായിരുന്നു എല്ലാം നെറേറ്റ് ചെയ്ത് തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ സെഡ് സർ, എനിക്ക് പക്ഷേ ഡേറ്റിൻ്റെ പ്രശ്നമാണ്, എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. സോ ഓൾമോസ്റ്റ് ഒരു നോ ആയിരുന്നു. പിന്നെ ഞാൻ ഉള്ളിൽ എന്തോ ഒരു ലൈക്ക് ഇറ്റ് വാസ് ജസ്റ്റ് എനിക്ക് ഒരു ചാൻസ് വന്നിട്ടുണ്ട് കുറേ വർഷം കഴിഞ്ഞിട്ട്. സോ ഇത് ചെയ്യണം, എങ്ങനെയെങ്കിലും ഒരു ഡേറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ പടം ചെയ്യണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സാറിന് തിരിച്ച് വിളിച്ച് പറഞ്ഞു, സർ ആക്ച്വലി നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ഡേറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാം, എനിക്ക് ഈ പടം ചെയ്യണം. അപ്പം പിന്നെ സാർ പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് വന്നോളൂ. നെക്സ്റ്റ് റീച്ചിൽ ഇപ്പോൾ തിരിച്ച് ബാംഗ്ലൂരിൽ വന്നതിന് ശേഷം കൊച്ചി നമ്മൾ ഷൂട്ട് ഓൾറെഡി തുടങ്ങിയിരുന്നു. ഞാനായിരുന്നു ഓൾമോസ്റ്റ് ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഞാൻ ജോയിൻ ചെയ്തത്. സോ എൻ്റെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിരുന്നു. 31st നൈറ്റിനായിരുന്നു ഞാൻ ഈ കഥയൊക്കെ കേട്ടെ. ഫസ്റ്റിനാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. ബിക്കോസ് ലോട്ട് ഓഫ് ബാക്ക് ആൻഡ് ഫോർത്ത്, ഈ ഡേറ്റിൻ്റെ പ്രശ്നം, പിന്നെ കന്നഡ ടീം അഗ്രി ചെയ്യണം. അങ്ങനെ ഫസ്റ്റിന് ഞാൻ തിരിച്ച് ബാംഗ്ലൂരിൽ എത്തി. അങ്ങനെ 4th ഞാൻ സെറ്റ് ജോയിൻ ചെയ്തു. ആദ്യത്തെ ഷൂട്ട് തന്നെ നമ്മുടെ സോങ് ആയിരുന്നു. ഞാൻ ഡിനോയിൻ്റെ പേരാണ് ഈ പടത്തിൽ. സോ അങ്ങനെ നല്ല പാട്ടാണ് ഈ പടത്തിൽ. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട. വെരി നൈസ് എനിക്ക്. പിന്നെ അഞ്ജന ക്യാരക്ടർ, ആ കോസ്റ്റ്യൂം, പിന്നെ മേക്കപ്പ് ഒക്കെ ഇടും. മേക്കപ്പ് ഒന്നും ഇല്ല, ഇട്ടാലും എല്ലാം ഡള്ളാക്കിയിട്ടാണ് നമ്മൾ ഈ ഷൂട്ടിന് പോകുന്നത്. പിന്നെ ആ വെയിലത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കളറും പോയി, എല്ലാം പോയി. പക്ഷെ ആ ഒരു പോയ കളറാണ് കിട്ടി
എല്ലാവർക്കും ഇപ്പോഴാ തിരിച്ചു കിട്ടിയത്. അയ്യോ അത് ഭയങ്കര ഇതായിരുന്നു. അത് ദിയാക്ക് മാത്രമേ മനസ്സിലാകത്തില്ല അതിന്റെ പെയിൻ എന്തായിരുന്നു എന്ന്. പക്ഷെ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് വീണ ചേച്ചി പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിച്ചായിരുന്നു, ഒരു റൂമിലായിരുന്നു. ആക്ച്വലി നമ്മൾ എല്ലാവരും ക്യാരവൻ ഒന്നും ഇല്ലായിരുന്നു അവിടെ. സോ ഒരു വീട്ടിലായിരുന്നു നമ്മളൊക്കെ, ആർട്ടിസ്റ്റ് ഒരുമിച്ച് റെഡി ആവുന്ന, കഴിക്കുന്ന എല്ലാം ഒരുമിച്ചായിരുന്നു. സോ ആ ഒരു ക്ലോസ്നെസ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ അത് ഓൺ സ്ക്രീനിൽ നമുക്ക് കാണാം, ആ കെമിസ്ട്രി, പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. സോ അങ്ങനെ ഈ കൂടോത്രത്തിനെ കുറിച്ച് ഞങ്ങള് ആസ് പ്രേക്ഷകർ ഒരു ഔട്ട്ലൈൻ ചോദിച്ചാൽ എന്താ പറഞ്ഞു കൊടുക്കാം? സത്യം പറഞ്ഞാൽ സാറിനോട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സാറിനോട് തന്നെ ചോദിക്കണേ. കൂടോത്രം എന്ന് പറയുന്നത് ഇതൊരു മിത്ത് കണക്റ്റഡ് ആവുന്ന ഒരു പരിപാടിയാണ്. ഇതിനകത്ത് ഒരു മിത്ത് കണക്റ്റായി പോകുന്നു, കുറച്ച് ഹൊറർ എലമെൻ്റ് ഉണ്ട്, ഒരു ഫാമിലി ബോണ്ടിങ് ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്, ഒരു ഫാമിലി ഡ്രാമ, എല്ലാം കൂടെ കണക്റ്റ് ആവുന്ന വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. ക്ലൈമാക്സ് എന്താണെന്നുള്ളത് പ്രേക്ഷകർക്ക് ഈ കൂടോത്രം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെല്ലാവരും ചെറുപ്പം തൊട്ട് കുറെ കഥകൾ കേട്ടിട്ടുണ്ടാവല്ലോ. അങ്ങനെ കേട്ട ഏതെങ്കിലും കഥകൾ ഓർമ്മയുണ്ടോ? കൂടോത്രം ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറെ പരിപാടികൾ, വീട് മാറി കയറി കൂടോത്രം വെച്ച് പോലീസ് പിടിച്ചിട്ടുണ്ട്, അങ്ങനെ കുറെ പരിപാടികൾ പോകുന്നു. കൂടോത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികളുടെ, അതായത് ഒരു നൊസ്റ്റാൾജിയ പോലെ, പല മുത്തശ്ശിക്കഥ പോലെ കേട്ടിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇന്നും കൂടോത്രമുണ്ട് എന്നും പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് മലയാളികളാണെന്ന് തോന്നുന്നു കൂടുതൽ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ കുറച്ച് പേര് ഇപ്പോഴും. അപ്പോൾ കൂടോത്രം അതുകൊണ്ടാണല്ലോ ഇപ്പോഴും കൂടോത്രം കൊണ്ട് വയ്ക്കുന്നു എന്ന് പറയുന്നത്. കൂടോത്രം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ കണ്ടന്റ് കൂടോത്രമല്ല. കൂടോത്രം കഴിഞ്ഞിട്ട് അവിടെ നിന്നും ട്രാവൽ ചെയ്യും പടം. ശരിക്കും കൂടോത്രം എന്നല്ല, ശരിക്കും ഗൂഢപത്രം എന്നാണ്. അത് ലോപിച്ചാണ് കൂടോത്രമായത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഗൂഢപത്രം, ഒരു പത്രത്തിൽ ഗൂഢമായിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ ഇതിനകത്തൊരു സംഭവമുണ്ട്, ഒരു മിത്തുണ്ട് ഇതിനകത്ത്. അത് സത്യമായിട്ടുള്ള മിത്താണോ എങ്ങനെയായിട്ടുള്ള മിത്താണെന്ന്, അത് എന്താണെന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കൂടോത്രം എന്ന് പറഞ്ഞൊരു വേർഡ് നമ്മളായിട്ട് കേരളീയരായിട്ട് ഉണ്ടാക്കി കേട്ടോ. ഗൂഢപത്രം എന്നാണ് ശരിക്കും. ഓ ആണോ? ശരിക്കും ഇതിന്റെ ഇതല്ല പറഞ്ഞ കൂടോത്രം എന്നുള്ള വാക്കിന്റെ ആണോ? കൂടോത്രം എന്ന് പറഞ്ഞ വേർഡില്ലേ, അത് ശരിക്കും ഗൂഢപത്രം എന്ന് പറഞ്ഞ വേർഡിൽ നിന്ന് ലോപിച്ച്. ഇപ്പോൾ നിങ്ങളിപ്പോൾ പരിപ്പ് പറയില്ലേ, ഭരിപ്പെന്നായിരുന്നു അത് പരിപ്പായി ലോപിച്ചതാണ്. പറഞ്ഞ് അങ്ങനെ പല നമ്മുടെ ചുറ്റുമുള്ള ഗൂഢപത്രം എന്നാണ് അതിൻ്റെ ഒറിജിൻ. അത് പറഞ്ഞ് കൂടോത്രം എന്നായതാണ്. ഈ കൂടോത്ര സിനിമ വന്നപ്പോ പഠിച്ചാണോ? വീണയ്ക്ക് ഇങ്ങനെ കുറെ റിസർച്ച് വീണ നന്നായിട്ട് ബുക്സ് ഒരുപാട് ലൊക്കേഷനിലൊക്കെ വന്നാൽ അങ്ങനെ തന്നെയായിരുന്നു. കൂടുതലും ബുക്സ് എല്ലാം റീഡ് ചെയ്തിരിക്കും, വന്നിട്ട് അങ്ങനെ ചെയ്യാൻ വരുന്നു. വായിച്ചിട്ടേ ഇല്ല, ചുമ്മാ പറയല്ല ചേട്ടാ. വായിച്ചു ഇല്ല, ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചില്ല. എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ, ഞാൻ എന്നെക്കായി ബുദ്ധിയുള്ള ആൾക്കാർ, ഇവരൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ അപമാനിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ടോ? ഞങ്ങൾ എന്താ പറഞ്ഞു? അല്ല, എൻ്റെ കൂടെയുള്ള നന്നായിട്ട് ബുക്സ് ഒക്കെ വായിക്കുന്ന ലോകപരിജ്ഞാനമുള്ള നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഇവർക്കൊന്നും ഇല്ലാത്ത കഴിവുള്ളവരല്ല. യാത്രകൾ ഒരുപാട് ചെയ്യുന്ന സമയത്ത്, കൂടുതലും പല പല കാര്യങ്ങൾ വരുന്ന സമയത്ത് നന്നായി എന്താ പറയുക, വായിക്കുകയും അറിവുകളൊക്കെ ഉള്ള എൻ്റെ കൂടെ നല്ലത്. അത് ഈ ബുക്സ് ഞാൻ വായിക്കുക എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇതും ഇത് ഓൾമോസ്റ്റ് പലർക്കും അറിയാമെന്നേ. ഒന്നാന്തരം മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ് ഞാൻ. പലർക്കും ഒരുപാട് മലയാളം ബുക്കുകളോ അതൊക്കെ ഇഷ്ടംപോലെ വായിച്ച കൂട്ടത്തിൽ കിട്ടിയതാണെന്ന് കൂട്ടിക്കോളും. അതൊരു ഇൻഫർമേഷൻ ആണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വായിക്കുന്ന ആളാവുമ്പോ ചില റൈറ്റേഴ്സിനോട് ഭയങ്കര ഇഷ്ടമൊക്കെ കാണുമല്ലോ. നമ്മുടെ ബ്ലാബ്ല വീണയിലേക്ക് ഗസ്റ്റ് ആയിട്ട് ഒരു റൈറ്ററിനെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചാൽ ബെന്യാമിൻ സാറിനെ കൊണ്ടുവരും. വലിയ ചെറിയ പരിപാടികളൊന്നുമില്ല, വലിയ പിന്നെ ഇതിനകത്ത് വലിയൊരു മെസ്സേജ് ഉണ്ട്. കാര്യം ഇന്ന് ഇതിനകത്ത് ഈ വാവച്ചനും മേരിക്കും 2 ട്വിൻസ് കുട്ടികളുണ്ട്, അദിയ എന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്ന. അവരുടെ ക്യാരക്ടേഴ്സ് ശരിക്കൊരു മെസ്സേജാണ്. എങ്ങനെ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്, പടം കാണും പറയും, എങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ഒരു ഭയങ്കര വലിയൊരു മെസ്സേജ് ഉണ്ട്. അതുമായിട്ട് അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് പരിപാടികളായിട്ട് കണക്റ്റ് ആവുന്ന പരിപാടികളുണ്ട് ഇതിനകത്ത്. ഈ കൂടോത്രം എന്നുള്ള പേരിട്ടപ്പോഴേ ആരും ചോദിച്ചില്ലേ ഇത് എന്തോ ഒരു സിനിമ ഡയറക്ട് ചെയ്യുമ്പോൾ കൂടോത്രം എന്നൊക്കെ പേര്? ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മള് പള്ളിയിൽ പോയിട്ട് ഇതൊക്കെ ലോഞ്ച് ചെയ്ത് നമ്മൾ അർത്തിങ്കിൽ പള്ളിയിൽ ഇതുവരെ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഭാഗ്യങ്ങളുണ്ട് അതിൻ്റെ കാര്യം. ഇതിൻ്റെ ഫസ്റ്റ് ഇത് മമ്മൂക്കൻ ലാലേട്ടനും ചെയ്തു,
മഞ്ജു വാര്യർ ചെയ്തു, ഇതൊക്കെ ഷോർട്ട് നോട്ടീസ് ആയി. ഇപ്പോൾ DQ ചെയ്തു, ഇപ്പോൾ വലിയൊരു അനൗൺസ്മെന്റ് വേറെ. മമ്മൂക്കയുടെ സ്വന്തം ആളല്ലേ, അപ്പൊ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കേൻ്റെ എന്താ പറയുക, ഒരുപാടുണ്ട്. അത് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടില്ല. ഇത് സെബസ്റ്റ്യാൻസ് പുണ്യയിൽ അർത്തങ്കപ്പള്ളിയിൽ കഴിഞ്ഞ വർഷം പെരുന്നാളിൻ്റെ ടൈമിലാണ് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. പോയിട്ട് ഈ കൂടോത്രം മുട്ടയെല്ലാം വെച്ചിട്ട് അത് ഒരുപാട് അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ വന്നിട്ടാണ് അത്. അതെന്ന് വെച്ചാൽ ഇതിനൊരു ഭയങ്കര പ്രയർ കിട്ടിയിട്ടുണ്ട്. ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ച് ഒരുപാട് സ്ഥലത്ത് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ്, ആ പ്രാർത്ഥനയിലാണ് ഈ സിനിമ ഇപ്പോൾ ഫെബ്രുവരിയിലോട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് തന്നെയാണ്. ഞാൻ ഈ സെറ്റിലെല്ലാം അങ്ങനെയാണ്, ഞാൻ ഒരു പ്രാർത്ഥനയിൽ തന്നെയാണ് തുടങ്ങിയത്. ഇപ്പോഴും പ്രാർത്ഥന തന്നെ. കാര്യം അതിനെനിക്ക് ഞാൻ ആസ് എ ഡയറക്ടർ എന്നുള്ള നിലയിൽ എന്നേക്കാൾ വലിയൊരു ഡയറക്ടറിൻ്റെ മേളിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. എനിക്ക് തരുന്ന ഓരോ തോട്ട്സും ഓരോ ചിന്തകളും ഇങ്ങനെ കാര്യം ഒരു സ്ക്രിപ്റ്റിനകത്ത് എന്ന് പറഞ്ഞൊരു സാധനത്തിനകത്ത് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ക്ലൈമാക്സ് പോലും നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ മാസ്റ്ററിനോട് പറഞ്ഞിരുന്ന ഒരു പരിപാടികളുണ്ടായിരുന്നു. ആ ഡൈവേർഷൻ പോലും അന്ന് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് അത് വേറെ. ആ കഥയിലേ അങ്ങനെ ഒരു പരിപാടിയില്ല. ആ ചേഞ്ചസ് ഉണ്ടായത് അപ്പം തോന്നിയ ഒരു പരിപാടിയില്ല. അപ്പം അങ്ങനെ കൊണ്ട്, അതായത് ഒരാളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവം എന്ന് പറയും. ഈ പടത്തിന് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കാനായിട്ടുള്ള ഇതും ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ പറ്റുന്നത്. പക്ഷെ അത് ബൈചേട്ടൻ പറഞ്ഞത് ഭയങ്കര സത്യമാട്ടോ. നമ്മുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു സീൻ ബൈചേട്ടൻ പറഞ്ഞോട്ടെ, വലുതാക്കി പറയുന്നില്ല, അത് എന്താ വെച്ചാൽ ക്ലോസ് ആണ്. ഞാൻ ബൈചേട്ടനെ നോക്കുന്ന ഒരു സീൻ ഉണ്ട് അതിൽ. ഞാൻ ലൈവായിട്ട് നമ്മൾ ആ ഇമോഷനിൽ നിൽക്കുമ്പോൾ ക്യാമറ വെച്ചു ഒരു സെക്കൻഡ്സിലാണ് ആ അടി ബൈചേട്ടന് കിട്ടുന്നത്. ഞാൻ അത്ര അടുത്ത് നിന്നിട്ട് അടി കിട്ടിയിട്ട് ഒരു ഇവിടെയാ കിട്ടുന്നത്. അടി എന്ന് പറഞ്ഞാൽ എയറിൽ നിന്നിട്ട് അംജിത്ത് മൂസ എന്ന് പറഞ്ഞ മറ്റേ പുള്ളി ഫൈറ്റ് മാസ്റ്ററാണ്, ഫൈറ്ററാണ്. തമിഴ് തെലുങ്കിലൊക്കെയാണ് കൂടുതലുള്ളത് വിജയുടെ ഒരുപാട് സിനിമ. പുള്ളി ഏറി നിന്നിട്ട് എൻ്റെ ടൈമിങ് തെറ്റാണ്, പുള്ളിയുടെ ടൈമിങ്. ഞാൻ ജസ്റ്റ് കയറേണ്ടത് ഞാൻ ഒരു സ്റ്റെപ്പ് കൂടുതൽ കയറി. അപ്പോൾ അടി വന്ന് കറക്റ്റ് എയറിൽ വന്ന് ഇവിടെ അടിച്ചു, മൂക്കിലടിച്ചിട്ട് ഇങ്ങനെ കുഴഞ്ഞു വീണു. ഇങ്ങനെ ഞാൻ ആ പുള്ളിയുടെ മേത്തേക്ക് ഞാൻ 1 മിനിറ്റ് എനിക്ക് ഫുൾ വാഷ് ഔട്ടായി. ഒന്നുമില്ല. എൻ്റെ എനിക്ക് തോന്നുന്നുണ്ടോ 150-200 വരുന്നത്. കാരണം മാസ്റ്ററിൻ്റെ ടീം, എൻ്റെ പിന്നെ ഇവർ ആർട്ടിസ്റ്റുകൾ, പിന്നെ ഇത്രയും ക്രൂ, ഇതെല്ലാം ഏകദേശം അത് ഈ ഒരു മലയുടെ മേളിലാണ്. ഞാനീ പറഞ്ഞല്ലോ ഫുൾ വെയിലത്ത്. എനിക്കൊന്നു ഈ ദിയയുടെയൊക്കെ സ്കിന്നിനൊക്കെ എന്തോ ഇത് ഇവർക്ക് അങ്ങനെയൊക്കെ കാര്യം. സാരിയാണ് ദിയയുടെ കോസ്റ്റ്യൂം. അപ്പോൾ അതിൽ നിന്ന് കാര്യം ഇവിടെ ഇട്ട് അടി കൊണ്ട് മാസ്റ്റർ പറഞ്ഞു ഓൺ ദ സ്പോട്ട് ഡെഡ് ആണ്. ആ സ്ഥാനം അതാണ്. വീണു അത് ക്ലൈമാക്സ് മറ്റേ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. അടിയുടെ സൗണ്ട് പോലും ഇതിൽ കിട്ടിയിട്ടുണ്ട്. വീണു. പക്ഷെ എനിക്ക് കുറെ എൻ്റെ ജീസസ് എന്നെ രക്ഷപ്പെടുത്തി കുറെ ഇതുണ്ട്. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ വീണ്ടും ആ ഷോട്ടിലോട്ട് വേണ്ട ആ ഷോട്ടിന് വെക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല മാസ്റ്റർ, ഐ ആം റെഡിയാണ്. അത് എനിക്ക് പ്ലീസ് അങ്ങനെ അതുപോലെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. 1 മണിയായി, 1:15 ബ്രേക്ക് ചെയ്യാം. ബ്രേക്കിന് ശേഷം മാസ്റ്റർ ഈ സീൻ എടുത്തിട്ട് മാസ്റ്റർ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാസ്റ്ററാണ്. കാര്യം നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ സിനിമയിൽ ഡയറക്ടറാണെങ്കിൽ ഏത് ഡയറക്ടറാണെങ്കിലും ആ ഫൈറ്റ് സീക്വൻസിൽ ചെയ്യുന്നത് മാസ്റ്റർമാർക്ക് ഡയറക്ഷൻ പറയുന്നത്. അപ്പോൾ ഞാൻ മാസ്റ്റർ എനിക്ക് അത് പറ്റില്ല മാസ്റ്റർ, എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്തു. 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു ചാടി നോക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ തലയിൽ എന്തെങ്കിലും കോട്ടായിട്ടുണ്ടെങ്കിൽ 1/2 കഴിയുമ്പോൾ അതിൻ്റെ ഇതേ അറിയുള്ളൂ. പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയാലോ, പല ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. പക്ഷേ ബൈച്ചേട്ടൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണെന്നറിയോ, രാവിലെ വന്ന് പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും മൊത്തത്തിൽ ഈ പ്രോജക്റ്റിന് നന്നായി ഷൂട്ടിങ്, ആ പ്രാർത്ഥനയോട് കൂടിയാണ് പാക്കപ്പ് പറയുമ്പോഴും ദിവസത്തിന് നന്ദി പറഞ്ഞ് ഞാനിപ്പോൾ 10 ദിവസം ഉണ്ടായിരുന്നു. ആ 10 ദിവസം അങ്ങനെയായിരുന്നു. ഫുൾ ഡേ ലൊക്കേഷനിൽ അങ്ങനെയായിരുന്നു. ഫുൾ ടൈം പുള്ളിക്കാരൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാണ് നിൽക്കുന്നത്. ലൈഫിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും വലുത്. അത് ഫുൾ ടൈം പുള്ളിയുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗ്ലിങ് ഈ 1 ഇയറിൽ ബൈചേട്ടൻ ഫേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും, നമ്മുടെ ടീമിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ പുള്ളി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ആ ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന, അല്ല പുള്ളി വിശ്വസിക്കുന്ന ആ ശക്തിയോട് അടുത്ത് നിൽക്കുന്നതിൻ്റെ അതിനോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത് കൊണ്ടാണ്. ഞങ്ങൾക്കൊക്കെ ഞാൻ ആ പടത്തിലെ മെയിൻ സീനുകളെല്ലാം ഈവൻ ക്ലൈമാക്സ് സീൻ ഉൾപ്പെടെ ഞാൻ കാണിക്കില്ലായിരുന്നു. പിന്നെ റിക്വസ്റ്റ് ചെയ്ത്
ഒന്ന് അത് ആ ഫൈറ്റ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം കുറേയൊക്കെ എന്നെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ പടം സൂപ്പർ ഹിറ്റ് ആവുമെന്നാണ് നമ്മുടെയൊക്കെ എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹവും പ്രാർത്ഥനയും. നിങ്ങളെന്ന് പറഞ്ഞ ആൾക്കാരെ ക്യാരക്ടർ റോൾ ചെയ്തിട്ട് കണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഹീറോ ലെവലിലേക്ക് ഉറപ്പായിട്ട് ഈ പടത്തിന് ശേഷം വരും. കാരണം അങ്ങനെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് സീൻസ് കൂടുതലും ബൈച്ചേട്ടനായിട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ സീനിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ പ്രൊജക്റ്റ് റിലീസ് ചെയ്ത് ഹിറ്റായി കഴിയുമ്പം മലയാള സിനിമയിൽ ഒരു ഹീറോ, പുതിയൊരു ഹീറോ. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം അത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും. ഞങ്ങളുടെ പടവും അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ ദിയ കുറേ കാലത്തിന് ശേഷം മലയാളത്തിൽ തമിഴിലൊക്കെ ചെയ്യുന്നുണ്ട്. റേച്ചലാണെങ്കിലും നമ്മുടെ ടീം ഫുള്ള് എനിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ച് വ്യത്യാസം പഞ്ചായത്ത് പ്രസിഡന്റാ. അല്ല സീരിയസ് ആയിട്ട് വിശ്വസിക്കുന്നില്ല വൈച്ചേട്ടാ. ആണ് ഞങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ചിരിച്ചെന്നോളാം. പക്ഷെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഈ പഞ്ചായത്ത് കോട്ടൺ സാരി അല്ല, വ്യത്യാസമുണ്ട്. പടം എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറേ ചിരിക്കാനുണ്ട്, ഒത്തിരി നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ നമ്മളെ കുറേ കാലത്തിന് ശേഷം ഇപ്പൊ എല്ലാ മൂവീസും ഒരു ട്രെൻഡാണ് യൂത്തിൻ്റെ. പക്ഷെ ഇത് നമ്മൾക്ക് കുറേ ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആൾക്കാരൊക്കെ ഇത് അയച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും എല്ലാവരും ഒരു ഫാമിലി പടം കണ്ടിട്ട് കുറേ നാളായി. അത് അങ്ങനെ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ല സിനിമകൾ ഒത്തിരി ഉണ്ട്. നമ്മളെ സിനിമ നന്നാക്കി പറയല്ല, പക്ഷെ ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് തോന്നുന്നു. ചില കഥകൾ നമുക്ക് മിസ്സായി പോകുന്നു. ഇപ്പം ചില സിനിമ ആകാശദൂത്, അത് ഏത് ജനറേഷനിൽ ഇട്ടാൽ കാണാൻ പറ്റുന്ന ഒരു പടമാണ്. നമ്മൾ എത്ര ഇമോഷണൽ ആയാലും ഇപ്പോഴും ആ കരച്ചിൽ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി ആയിട്ട് അങ്ങനെ ഒരു ഇതില്ല നമുക്ക്, അയ്യോ അത് പിള്ളേർക്ക് കാണാൻ പറ്റില്ല, അങ്ങനെയൊന്നുമല്ല. എല്ലാവർക്കും ടച്ച് ആവുന്ന ഒരു കഥയായിരിക്കും ഇത്. കാരണം എല്ലാവരും അത്രയും കഷ്ടപ്പെട്ട ഒരു കൊച്ചു സിനിമയാണ്. പക്ഷെ എല്ലാവരുടെ ഭാഗങ്ങളും അത്ര വൃത്തിയായിട്ട് ചെയ്തു. അത് ഡയറക്ടർ വൈസ് നോക്കുമ്പോൾ ബൈച്ചേട്ടനെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ആക്ടർ ആൻഡ് ഡയറക്ടർ ആ മലയുടെ മുകളിൽ ഇത്രയും ആർട്ടിസ്റ്റിനെ കൊണ്ടുവച്ച് അത് മാനേജ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര 155 പേരുണ്ട് ഒരു ദിവസം ഒരു ലൊക്കേഷനിൽ. പറഞ്ഞാൽ കേൾക്കാതെ കുറെ ആർട്ടിസ്റ്റ് മാറിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ അന്ന് കണ്ട ആളല്ല. അല്ല അത് ബൈച്ചേട്ടൻ ഞാൻ അങ്ങനെ പറയാൻ ചെയ്ത് അവിടെ ബൈച്ചേട്ടൻ കുറച്ചും കൂടി ഫ്രീ ആയിരുന്നു. ഇപ്പം ഭയങ്കര പക്വതയുള്ള ഒരാളെ പോലെ എടുക്കാനുള്ള തിരക്കായിരുന്നു. ഇനിയിപ്പോ ഇത് ആളുകളിലേക്ക് എത്തിക്കണം. അല്ല അന്ന് ഒത്തിരി ഉണ്ടായിരുന്നു. അഭിനയിക്കണം, ഇവിടെ രണ്ട് ക്യാമറ വെച്ചിട്ടൊക്കെ സീൻ എടുക്കുമ്പോൾ പാവം ഒരു സീൻ എന്താ വെച്ചാൽ ഞാനും ഷൈനി ചേച്ചി എന്നൊരു ചേച്ചിയുണ്ട്, ഞങ്ങൾ മലയുടെ മുകളിലൊരു സീൻ എടുക്കാം. ബൈച്ചേട്ടൻ അവിടെ ഒരു സോങ് സീൻ മനോഹരി ആൻറ്റി അമ്മ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ആൻറ്റിയുടെ കൂടെ അഭിനയിക്കുക. അതിന്ന് ബൈച്ചേട്ടൻ പാവ ആ മല കയറിയെടുത്ത് ആ ഷോട്ട് കഴിഞ്ഞിട്ട് അടുത്തത് ഡയറക്ഷനിലേക്ക് വരിക. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും ഇത് എങ്ങനെ നമുക്ക് പറ്റില്ല. ഇത്രയൊന്നും ടെൻഷൻ പറയാൻ ഡിസ്ട്രിബ്യൂട്ടർ അല്ല നമ്മളെന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതിൽ പാട്ട് പാടിയില്ല. പാട്ട് പാടാൻ പറ്റുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പാടിയ സിനിമ ഉണ്ടായിരുന്നു. പക്ഷെ അത് വേറെ വിജയശാസ് പിന്നെ അങ്ങനെ ഗോപി എല്ലാം സിംഗേഴ്സ് എല്ലാം നല്ല. എനിക്കൊരു പാട്ട് ഇതിനകത്ത് പാടണമെന്നുണ്ടായിരുന്നു, ഒരു മോട്ടിവേഷൻസ്. അതിപ്പോൾ വിജയശാസ് പാടുന്നില്ല, പാടാമായിരുന്നു. പക്ഷേ അത് കുറച്ചുകൂടെ വേണ്ടാന്ന് വെച്ചിട്ട്. ആസ് എ ഡയറക്ടർ എന്ന് പറയുമ്പോഴേ ഒരു സിനിമയെ നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ ഒരു ഷോട്ട് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റിനെ പെർഫോം ചെയ്തിട്ട് അടുത്ത ഷോട്ടിലോട്ട് പോകും. ഒരു ഡയറക്ടർ ഞാൻ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിലൊരു അപ്പനാണ്. ഒരു സീരിയസ്ലി അപ്പൻ തന്നെയാണ്. അപ്പോൾ ഈ ആർട്ടിസ്റ്റിനെ ഇത് ചെയ്യണം, ടെക്നീഷ്യൻസിൻ്റെ ഇത് ചെയ്യണം, പ്രൊഡക്ഷൻ്റെ പരിപാടി ചെയ്യണം, ഇതെല്ലാവരെയും കൂട്ടി കൊണ്ടുപോകുക എന്നുള്ളത്. പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പോർഷൻ വാവച്ചൻ എന്ന് പറഞ്ഞ ഒരാൾ ചെയ്യുമ്പോൾ ഞാൻ ആ പോർഷനിൽ എൻ്റെ ADസിനെ ഞാൻ നിർത്തിയിട്ട് പെർഫോം ചെയ്യും. ഞാൻ മോണിറ്റർ ചെയ്തിട്ട് എങ്ങനെ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. എപ്പോഴും പറയും ഒരു ആക്ടർക്ക് എങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈസി ആയിരുന്നു. ഞാൻ ആൾ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ലാസ്റ്റ് ടേക്കിന് മാത്രമേ വന്നിട്ട് ഞാൻ പെർഫോം ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഈസി ആയിരുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ ഒരു 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 ഡിവൈൻ പവർ. ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക നമ്മുടെ ചിന്തയിൽ നിന്ന് ആളോ എഴുതി പഠിക്കുന്ന പറ്റുന്ന പരിപാടിയല്ല ആക്ടിങ് ആണ് ഇതിന്. അപ്പോൾ എല്ലാം ഒത്ത് അടങ്ങിയിരിക്കുന്ന ഒരു ഫാമിലി ഇമോഷണൽ ബോണ്ടിങ് ഇതിനകത്തുണ്ട്. എന്നാൽ യൂത്തിന് പറ്റുന്ന പരിപാടിയാണ്, എല്ലാവർക്കും പറ്റുന്ന അങ്ങനത്തെ ഒരു സിനിമയാണ് ഈ കൊച്ചു സിനിമ. ആയിക്കോട്ടെ, ബൈച്ചേട്ടൻ്റെ എല്ലാ കഷ്ടപ്പാടിനും റിസൾട്ട് ഉണ്ടാവട്ടെ. വ്യത്യസ്തമായ പഞ്ചായത്ത് പ്രസിഡന്റ് ഹിറ്റായി മാറട്ടെ. താങ്ക് യു സോ മച്ച്. ഫെബ്രുവരി 12 ഈ സിനിമ എല്ലാവരും കാണണം എന്നുള്ളതാണ്. കാരണം തിയേറ്ററിൽ തന്നെ പോയി കാണണം. അങ്ങനെ ഒരു എന്നൊക്കെ നമ്മുടെ ബൈച്ചേട്ടൻ്റെ പടം പോയി കാണണം എന്നുള്ള ആ
തോന്നലുണ്ട്. അത് തിയേറ്ററിലോട്ടുകൂടെ വന്നാൽ റിവ്യൂയുടെ അടിസ്ഥാനത്തിലൊന്നും റിവ്യൂ കേട്ട് അതിനെപ്പറ്റി അതിനെ വിലയിരുത്താതെ തിയേറ്ററിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, അത് ഞാൻ എല്ലാവരും പറയുന്ന പടം കണ്ടിട്ട് നല്ല അഭിപ്രായമാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണം. കാര്യം കുറേ ആയില്ലേ, കുറേ വർഷങ്ങളുമായി. അപ്പോൾ ഫെബ്രുവരി 12 സിനിമ റിലീസ് ആവുമ്പോൾ നല്ല റിവ്യൂസുമായിട്ട് കാണുന്നവരൊക്കെ ഇഷ്ടപ്പെട്ട് സംഭവം സക്സസ് ആണ്. താങ്ക് യു. താങ്ക് യു.